ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രവാചകനെ സ്ത്രീലമ്പടനായി ചിത്രീകരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന ആളുകളല്ല, ഇസ്ലാമിനകത്ത് നിൽക്കുന്ന വിശ്വാസികളാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ നബിയെ പൊക്കി 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 നിങ്ങൾ വാനോളം പൊക്കിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അതാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഞാൻ കേൾപ്പിച്ചു തന്നിരുന്നല്ലോ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നടന്നു പോകുന്നു. ആ ഭാര്യയെ നബി ഒന്ന് നോക്കി, അത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് അവരെ അവിടെ വിട്ടിട്ട് പോയേക്കണം. ഇതാണ് ഇസ്ലാമിക നിയമം. കാരണം നബിക്ക് അവരോട് അടുപ്പം തോന്നിയത് കൊണ്ടാണല്ലോ നബി നോക്കിയത്. അത് കഴിഞ്ഞാൽ ഇനി മുതൽ ആ പെണ്ണ് നബിക്കുള്ളതാ. ഭർത്താവ് തൊലാഖ് 1, 2, 3, 30 ഒക്കെ ചൊല്ലിയിട്ട് വിട്ടിട്ട് പോയേക്കണം. ഇത്രയും സ്ത്രീലമ്പടനായി പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസികളാണ്, മുസ്ലിം പുരോഹിതന്മാരുടെ തെണ്ടിത്തരങ്ങളാണ്. ഇസ്ലാമിക ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത, ഇസ്ലാമിക പ്രഭാഷകർ പറഞ്ഞിട്ടില്ലാത്ത, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും പരിഭാഷകളിലും ഇല്ലാത്ത ഒരു വസ്തുതയും ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനകത്ത് നിൽക്കുന്നു എന്ന് പറയുന്നവർ, എന്ന് അവകാശപ്പെടുന്നവർ നബിയെ ഇത്രയും സ്ത്രീലമ്പടനായി വിമർശിച്ച് ചിത്രീകരിച്ചതിനേക്കാൾ മോശമായി ഒരു യുക്തിവാദിയും പറഞ്ഞിട്ടില്ല. ഇസ്ലാം മത വിമർശകരായിട്ടുള്ള ഒരാളും നബിയെ അത്ര കണ്ട് വിമർശിച്ചിട്ടുമില്ല. നബിയുടെ ആകാശയാത്ര തന്നെ നിങ്ങളും സാമ്പിളായിട്ടൊന്ന് എടുത്തു നോക്ക്. സുന്ദരിയായ ഒരു സ്ത്രീയുടെ മുഖം അവർ ഔറത്ത് മറച്ചിട്ടുണ്ടോ? ശരിയാം വധം നഗ്നത മറച്ചിട്ടുണ്ടോ? നിറഞ്ഞ കാർക്കൂന്തൽ, അടയാഭരണങ്ങൾ, അതീവ സുന്ദരിയായിട്ടൊരു രൂപം, സ്ത്രീയുടെ മുഖം, കുതിരയുടെ രൂപം, പകുതി കഴുതയുടേത്, പറക്കുന്ന ജീവി ബുറാക്ക്. ഇപ്പൊ ബുറാക്ക് എവിടെ? ശ്രമിക്കുമായിരിക്കും അല്ലെ? നബിയുടെ ഏതാനും മണിക്കൂറത്തെ ഒറ്റ യാത്രയ്ക്ക് വേണ്ടി മാത്രം സുന്ദരിയായ ഒരു പെണ്ണിനെ വെച്ചിട്ടൊരു വാഹനം ഉണ്ടാക്കിയ പടച്ചോൻ എത്ര കാരുണ്യവാനാ. കാരണം പെണ്ണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആകാശത്ത് പിടിയുണ്ടോ ഭൂമിക്ക് പിടിയുണ്ടോ ഒന്നും നോക്കാതെ നബി ഇറങ്ങി തിരിക്കും എന്ന് പടച്ചോൻ അറിയാമായിരുന്നു. ഹദീസുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ രൂപമാണ് ബുറാക്കിൻ്റെത്. 7 ആകാശങ്ങളും താണ്ടി പടച്ചോന്റെ സന്നിധിയിലേക്ക് എത്തുവാണ് ബുറാക്ക്. കാരണം വാട്സപ്പ് ലൊക്കേഷൻ ബുറാക്കിന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്താൻ ബുറാക്കിന് പ്രത്യേകിച്ച് ഒരു ലൊക്കേഷന്റെയും ആവശ്യം വന്നിട്ടില്ല. രാത്രി നമസ്കാരം, ഇശ നമസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ ഭാര്യ ആയിഷയുടെ കൂടെ, അന്ന് കുലുക്കി എടുത്തതാണ് ഒരു തുണ്ട്, എടുത്തപ്പോൾ ഇന്ന് ആയിഷയുടെ കൂടെ, ശരി ഇന്ന് ആയിഷ, അങ്ങനെ ആയിഷയുടെ കൂടെ കിടന്നുറങ്ങിയ നബി, ആയിഷ ഉറങ്ങിക്കിടക്കുന്നു, നബി യാത്ര ചെയ്യുന്നു. ഇത്രയുമൊക്കെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ ഇതും കൂടെ വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല. ശരിയാണ്. ഈ യാത്ര നടത്തിയിട്ട് എപ്പോഴാ? വെളുപ്പാങ്കാലത്തുള്ള സുബഹി നമസ്കാരത്തിന് മുമ്പ് തന്നെ നബിയും ബുറാക്കും മടങ്ങിയെത്തുന്നു. ആയിഷയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. ഇടയ്ക്ക് മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുന്നൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ആയിഷ ഇത് അറിഞ്ഞിട്ടില്ല. നബിക്കാണെങ്കിലോ കട്ടിൻ്റെ അടിയിൽ ഒരു ബക്കറ്റ് കൊണ്ട് മൂത്രം ഒഴിച്ചു വെക്കാൻ. ആദ്യം ബുറാക്കിന്റെ പുറത്ത് കയറി മക്കയിലെ കഅബയിൽ ഇന്നും 1000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ പള്ളിയിലേക്കാണ് ബുറാക്ക് നബിയെയും കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് നമസ്കരിക്കുന്നു. ആ യാത്രയിൽ നിസ്കാരം കിട്ടി നല്ലേ മലരന്മാരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? പിന്നെ നബി എങ്ങനെ നിസ്കരിച്ചു? നബിക്ക് എവിടെ നിന്ന് കിട്ടിയ നിസ്കാരം? ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും ചെയ്യാത്ത നബിക്ക് ബുറാക്കിന്റെ പുറത്തിരുന്നപ്പോൾ നിസ്കരിക്കാൻ നിർദ്ദേശം കിട്ടിയോ? അത് എവിടെ പറഞ്ഞു? ഏത് ബുക്കിൽ പറഞ്ഞു? ഏത് പേജിൽ പറഞ്ഞു? ഏത് ആയത്തിൽ പറഞ്ഞു? ഏത് ഹദീസിൽ പറഞ്ഞു? ആര് റിപ്പോർട്ട് ചെയ്തു? ഇതൊക്കെ നിങ്ങൾ പറയാം. കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നു ബുറാക്കിന്റെ പുറത്ത് കയറി നബി. ഈ ബുറാക്ക് എന്ന് പറയുന്ന സുന്ദരിയായ പെണ്ണ് പറന്നു പൊങ്ങിയാൽ ഞാനെങ്ങാനും താഴെ വീഴുമോ, ഈ പെണ്ണൊന്ന് കുലുങ്ങിയാൽ എന്റെ ജീവൻ ആപത്ത് വരുമോ ഒന്നും ചിന്തിക്കുന്നില്ല. അതീവ സുന്ദരിയായ ഒരു പെണ്ണ്. ശരി, ആയിഷയുടെ കാര്യം കഴിഞ്ഞല്ലോ, ശരി, എന്നാൽ പിന്നെ അടുത്ത കളിക്ക് പോകുക. കിലോമീറ്ററുകളോളം താണ്ടി പെണ്ണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ കൃഷി ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന നബി. ഇത് ഞാൻ പറഞ്ഞതല്ല. എണ്ണമറ്റ ലൈംഗിക അടിമകളായിട്ടുള്ള, യുദ്ധത്തിൽ നേടിയ അടിമ പെണ്ണുങ്ങൾ കൂടെ ഉണ്ടായിട്ട് മലക്കത്ത് ഐമാനുക്കെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ ഉണ്ടായിട്ടും, ദാനം കിട്ടിയതും സമ്മാനം കിട്ടിയതും നോക്കി സ്വന്തമാക്കിയതും പിടിച്ചെടുത്തതും
കബളിപ്പിച്ചെടുത്തതും കൈയടക്കിയെടുത്തതും പിടിച്ചടക്കിയതും ആയിട്ടുള്ള ധാരാളം പെണ്ണുങ്ങൾ കൂടെ ഉണ്ടായിട്ട്, റെക്കോർഡിക്കലി 11 13 ഭാര്യമാർ കൂടെ ഉണ്ടായിട്ടും ഇവരുമൊക്കെയായിട്ട് 1 മണിക്കൂർ കൊണ്ട് രാത്രിയും പകലും 11 ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പ്രവാചകൻ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പെണ്ണിനെ ഒന്ന് കണ്ടു. ഉടനെ തന്നെ നബിക്ക് വീണ്ടും ചെയ്യണമെന്ന് തോന്നി തിരിച്ച് വീട്ടിൽ വന്ന് ഭാര്യയോട് വിവരം പറഞ്ഞു. ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് കുളിച്ചിട്ട് തിരിച്ചു പോയി അനുയായികളോട് പറയുന്നു, സഹാബിമാരെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് കുരുക്കൾ പൊട്ടി. ഞാൻ അവിടെ പോയിട്ട് കുരുവൊക്കെ പൊട്ടി ഒലിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലല്ലോ, ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതയാണ്. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതയാ. അതുകൊണ്ടാണ് കിലോമീറ്ററുകളോളം താണ്ടി ഒരു പെണ്ണ് എന്ന് കേട്ട ഉടനെ തന്നെ ആകാശയാത്രയ്ക്ക് വേണ്ടി നബി ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് ഓരോ കാഴ്ചകളും നബി കാണുന്നു. അതൊക്കെ വന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം. ഓരോ ആകാശത്തിൽ വെച്ചും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്മാരെ നേരിൽ കാണുന്നു. അവരുടെയൊക്കെ ഹിസ്റ്ററികൾ നോക്കുന്നു, പഠിക്കുന്നു, കുശലം പറയുന്നു. അവരുമൊക്കെയായിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മുസാഫഹാത്ത് ചെയ്ത് ഏറ്റവും ഒടുവിൽ പടച്ചവന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. നബിക്ക് പടച്ചോനെ നേരിൽ കാണാൻ പോലും പറ്റിയില്ല, ഇത്രയും സാഹസികമായിട്ടുള്ള യാത്രയോടെ എത്തിയിട്ട് പോലും. എന്നിട്ടും ഒരു മറയുണ്ടായിരുന്നു. പടച്ചോന് പേടിയായിരുന്നു. മാസ്ക് ഇട്ടിരിക്കുമായിരുന്നു പടച്ചോൻ. എന്തായിരുന്നാലും അങ്ങനെ പടച്ചോന്റെ ശബ്ദം ഇപ്പുറത്ത് നബിക്ക് കേൾക്കാം. അത് ഭാഗ്യം. മറയ്ക്കപ്പുറത്ത് പടച്ചോനിരുന്നു, നബി ഇപ്പുറത്തും. അവിടെ വെച്ച് നബിക്ക് ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ പടച്ചോൻ കൊടുത്തു. അതിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന സ്വർഗത്തിന്റെ വാതിൽ, പരലോകത്തിന്റെ താക്കോൽ, സ്വർഗത്തിന്റെ താക്കോൽ, ഇസ്ലാമിന്റെ മജ്ജ എന്നൊക്കെ അറിയപ്പെടുന്ന 5 നേരത്തെ നമസ്കാരം കൊടുക്കുന്നു. എന്തായിരുന്നാലും ഇതെല്ലാം വാങ്ങിച്ച് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെയും കണ്ട് അവരുടെ ചരിത്രങ്ങളൊക്കെ കണ്ട് കേട്ട് കാണാതെ പഠിച്ച് സ്വർഗം കണ്ട് നരകം കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരം വെളുക്കുന്നതിന് മുമ്പ് നബി തിരിച്ചെത്തി. ഒരു യാത്രയുടെ ക്ഷീണവുമില്ല. ആയിഷ ഉണർന്നു നോക്കുമ്പോൾ കൂർക്കം വലിച്ച കക്ഷിയുണ്ട് അടുത്ത് കിടക്കുന്നു. സമാധാനം. പിന്നീട് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി കുപ്പായമൊക്കെ ഇട്ടിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി, രാവേ എല്ലാവരും വായോ, ഇന്നലെടാ ഞാനൊരു ആകാശയാത്ര പോയിരുന്നടാ. സത്യസന്ധനാണല്ലോ, അൽ അമീൻ എന്നാണ് നബിയെ തന്നെ വിളിച്ചിരുന്നത്. അങ്ങനെ മറു ചോദ്യം പറയാതെ എല്ലാവരും പരസ്പരം നോക്കി. ശരിയെന്ന്. എന്തായിരുന്നാലും തള്ളി മറിക്കലുകൾ കേൾക്കാനാണ് നമ്മുടെ യോഗം. ശരി, ഇതും കൂടി അങ്ങ് കേട്ടേക്കാമെന്ന് അനുയായി. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 1000കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് സ്വർഗവും നരകവും, സ്വർഗത്തിലെ സുഖാനുഭൂതികളും നരകത്തിന്റെ ശിക്ഷകളും എല്ലാം കണ്ട് ആത്മനിർവൃതിയോടുകൂടി മടങ്ങി വന്ന പ്രവാചകന് വീണ്ടും ഒരു 5-6 മിനിറ്റ് ഒന്ന് പോയി കിട്ടി. 4-ാം ആകാശത്തേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ മൂസാ നബി ഇരിക്കുന്നു. എന്തുവാടേ? അല്ലടാ, ഞാനേ പഠിച്ചോൻ്റെ അടുത്ത് പോയിട്ടില്ലാരാ. ഞാനാ മൂസ, അതൊക്കെ വിട്. ഏത് മൂസ? വടിയടിച്ച് പാമ്പൊക്കെ ആക്കിയില്ലേ ഫിർഔൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? ശരി. എന്നിട്ട് അല്ല, എനിക്ക് അതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാടേ. നീ ഇപ്പം എന്തോ കൊണ്ടാണ് വരുന്നത്? എന്തോ നിന്റെ കയ്യിൽ പൊതിഞ്ഞു വെച്ചേക്കുന്നേ? അപ്പോൾ ഇതെടുത്ത് നോക്കിട്ട് പറഞ്ഞു, 5 നേരത്തെ നിസ്കാരമാണ്, 11 എനിക്ക് തന്നതാണ് നിസ്കരിക്കാൻ. എത്ര നേരം ഉണ്ടേ? 50 നേരമുണ്ട്. 50 നേരമൊക്കെ നിസ്കരിക്കാൻ നമുക്ക് പറ്റും. ഓസിന് കെട്ടിയതുകൊണ്ട് ഞാൻ ഇനി വാങ്ങിച്ചുകൊണ്ട് വന്നതാടാവേ. നീ കൂടുതലൊന്നും ചോദിക്കല്ലേ. മനുഷ്യനെ പെണ്ണുപിള്ളേ മക്കളൊക്കെ ഇല്ലേ, കുടുംബക്കാരില്ലേ, അവരെയൊക്കെ നോക്കണ്ടേ അധ്വാനിച്ച്? എന്തെല്ലാം തൊഴിൽ ചെയ്താലും മനുഷ്യന് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുക? അവർക്ക് ചുമ്മാ ഉച്ചയും കുത്തി മറിഞ്ഞ് കിടന്നാൽ മാത്രം മതിയോ? നീ പഠിച്ചോനോട് പോയിട്ട് പറയടേ ഇത്രയൊന്നും പറ്റത്തില്ല എന്ന്. ആണോ? നമുക്ക് പറ്റത്തില്ല? ഇല്ലെന്നേ. ശരി, എന്നാൽ നബിയണ്ണം തിരിച്ചുപോയി പഠിച്ചോൻ്റെ അടുത്ത്. ആകാശത്തിന്റെ വാതിലൊന്ന് കൊട്ടി. ഇത്രയും വിശ്വസിച്ചാൽ നമുക്ക് ഇതും കൂടെ വിശ്വസിക്കാമല്ലോ. അപ്പൊ മലക്കിറങ്ങി വന്നു. എന്തുവാടേ? ഞാനാ മമ്മത്. നീ പഠിച്ചോനോട് പോയിട്ടേ പറ, ഈ 50 നമുക്ക് പറ്റത്തില്ല നിസ്കരിക്കാമെന്നൊന്ന് പറഞ്ഞിട്ട് വാ. പഠിച്ചോൻ പെട്ടെന്നൊരു കർട്ടൻ ഇട്ടു. എന്തുവാടാ മമ്മതേ? അതേ പഠിച്ചോനെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ മൂസയായിട്ട് അവിടെ നിൽക്കുന്നു. മൂസ പറയാണ്, പഠിച്ചോനെ 50 ആളുകൾക്ക് പറ്റത്തില്ല, അത്ര എന്തു ചെയ്യാൻ? എന്നാൽ 5 കുറച്ചുകൂടി പോയിക്കോ. നീ പോ, പെട്ടെന്ന് അവർക്ക് കൊണ്ട് കൊടുക്കുക, നിസ്കരിക്കാൻ പറ അവരോട്. വീണ്ടും വന്നപ്പോൾ മൂസ അവിടെ നിപ്പുണ്ട്. കുറച്ച് കിട്ടിയോ? 5 കുറച്ചു, 45 ആക്കിയടാ. മഠയാ, 45 നേരമൊക്കെ മനുഷ്യൻ നിസ്കരിക്കാൻ പറ്റും. പോയിട്ടോടാ.
ഇനി പോകാനോ? നീ അങ്ങ് പോയിട്ടോ, അത്രയൊന്നും പറ്റത്തില്ല ആൾക്കാർക്ക്. ശരി, വീണ്ടും പോയി കൊട്ടി മലക്ക് വന്നു, വീണ്ടും മറയിട്ടു. പടച്ചോൻ 5 കൂടി കുറച്ചു 40. വീണ്ടും വന്നപ്പോ ഇതൊന്നും പറ്റത്തില്ലടാ, 40 വാങ്ങിച്ചുകൊണ്ട് നീക്ക് എന്തുവാടാ, ഓസിന് കിട്ടിയതല്ലടാ, ആസിഡും കുടിക്കൂലോ നമ്മള്, ഓസിന് കിട്ടിയത് കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് സ്ഥലം വിട്ടതാണ്. അങ്ങനെ 9 തവണ മൂസ മമ്മദണ്ണനെ ഓടിച്ചു വിട്ടത് കൊണ്ടാണ് 5 വീതം കുറച്ച് 45 വക്കത്ത് നമസ്കാരം കുറച്ച് 5 ആക്കി കിട്ടി. ആകെ 5. ഒരു തവണയും കൂടി വിട്ടിരുന്നെങ്കിൽ ആ ഉച്ചയും കുത്തിമറിയൽ അങ്ങ് തീർന്നേനെ. ഇങ്ങനെയാണ് നമസ്കാരം കിട്ടിയത് എന്നാണ് അഖില ലോക മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നത്. ഇതിനകത്തുള്ള ലോജിക്കും ഇല്ലോജിക്കലും ഞാൻ നിങ്ങൾക്ക് വിടുന്നു. നന്ദി.